വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി മണ്ഡലത്തിൽ യുഡിഎഫിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ എംഎൽഎമാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചക്കാരനായി മണ്ഡലത്തിന്റെ പുരോഗതിക്കായി നിലകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങൾക്ക് എല്ലാ സമയത്തും സാമീപ്യമുള്ള ഒരു ജനപ്രതിനിധിയായി മാറണം എന്നാണ് ഞാൻ അതിലുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങളൊക്കെ നിർദ്ദേശങ്ങളോടുകൂടി ഉപദേശങ്ങളോടുകൂടി അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനൊരു വേറെ ഔപചാരികതന്റെ ആവശ്യമില്ല. ആ രീതിയിൽ നമുക്ക് മഞ്ചേരിയെ കുറെ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസന പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. ആരെയും വേദനിപ്പിച്ചുകൊണ്ടോ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ ഉള്ള പദ്ധതികൾ നടപ്പിലാക്കില്ല. എല്ലാ വിഭാഗം ജനങ്ങളുമായും ചർച്ച ചെയ്ത് മഞ്ചേരിക്ക് അനുയോജ്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ ആഗോളതലത്തിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വികസന നയമായിരിക്കും നടപ്പിലാക്കുക. ജനങ്ങൾക്ക് എപ്പോഴും സമീപിക്കാവുന്ന ഒരു ജനപ്രതിനിധിയായി താൻ മണ്ഡലത്തിലുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. മഞ്ചേരി യുഡിഎഫിന്റെ ഉറച്ച കോട്ടയാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. എതിർ സ്ഥാനാർത്ഥികളെ ഒട്ടും കുറച്ചു കാണുന്നില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നിലവിലെ ഇടതു സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ യുഡിഎഫിന് ലഭിച്ച 31,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇതിന് തെളിവാണ്. നിലവിൽ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും നഗരസഭയും ഭരിക്കുന്നത് യുഡിഎഫ് ആണെന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. മുൻ എംഎൽഎ പ്രതിപക്ഷത്തായിരുന്നിട്ടും 400 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ കൊണ്ടുവന്നു. സർക്കാർ പല പദ്ധതികളും തടയാൻ ശ്രമിച്ചിട്ടും വിട്ടുവീഴ്ചയില്ലാത്ത പരിശ്രമത്തിലൂടെയാണ് അദ്ദേഹം ഈ നേട്ടങ്ങൾ കൈവരിച്ചത്. ഈ വികസന കുതിപ്പിന് വേഗത കൂട്ടാനാണ് താൻ ശ്രമിക്കുന്നതെന്നും റഹ്മത്തുള്ള കൂട്ടിച്ചേർത്തു. മഞ്ചേരി മെഡിക്കൽ കോളേജ്, ശിഹാബ് തങ്ങൾ ജനറൽ ആശുപത്രി, KSRTC ഡിപ്പോ, ടൗണിലെ ഗതാഗത കുരുക്കിനുള്ള പരിഹാരം എന്നിവയിൽ സമഗ്രമായ വികസനം ഒരുക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കും. യുഡിഎഫ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയാൽ ഇക്കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് പ്രയാസമുണ്ടാകില്ലെന്നും മഞ്ചേരിയെ ഒരു മാതൃകാ മണ്ഡലമായി മാറ്റിയെടുക്കുക എന്നതാണ് തന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. യുഡിഎഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ റഷീദ് പറമ്പൻ, കൺവീനർ PH ഷമീം, മുനിസിപ്പൽ കൺവീനർ KKB മുഹമ്മദ് അലി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.